നമസ്തേ സുഹൃത്തുക്കളെ, സനാതനി തോട്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മന്ത്രങ്ങളുടെ ഫ്രീക്വൻസിയും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ പല മന്ത്രങ്ങളും കേട്ടിട്ടുണ്ട്, ദിവസേന ചൊല്ലാറുമുണ്ട്. ഇവ വെറും അക്ഷരങ്ങളോ പ്രാർത്ഥനകളോ മാത്രമാണോ? അല്ല, മന്ത്രങ്ങൾ എന്നത് പ്രത്യേകതരം ശബ്ദങ്ങളാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സൗണ്ട് ടെക്നോളജിയാണ് മന്ത്രങ്ങൾ. നമുക്ക് ഇതിനു പിന്നിലെ ശാസ്ത്രമൊന്ന് പരിശോധിച്ചാലോ? ഓരോ ശബ്ദത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലൂടെയും സഞ്ചരിക്കുന്നു. മന്ത്രോച്ചാരണത്തിലുണ്ടാകുന്ന വൈബ്രേഷനുകൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുകയും നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു. മന്ത്രങ്ങൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മാറുന്നു. ഇത് ഗാമ, ആൽഫ തരംഗങ്ങളെ ക്രമീകരിക്കുന്നു, വാഗസ് നെർവ് സ്റ്റിമുലേഷൻ ചെയ്യുന്നു. അതായത് മന്ത്രങ്ങളുടെ ആഴത്തിലുള്ള ശബ്ദം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗസ് നെർവിനെ ഉത്തേജിപ്പിക്കുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയമിടിപ്പ് ക്രമീകരിക്കാനും സഹായിക്കുന്നു. മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിനുകൾ പോലെയുള്ള സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകുന്നത്. പ്രാചീന യോഗികൾ മന്ത്രങ്ങളെ ഒരു കോഡ് പോലെയാണ് കണ്ടിരുന്നത്. ശരിയായ ഉച്ചാരണം വളരെ പ്രധാനമാണ്. ഓരോ അക്ഷരവും ഓരോ പ്രത്യേക ഊർജ കേന്ദ്രത്തെ ഉത്തേജിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. തെറ്റായി ഉച്ചാരണം ചെയ്യുമ്പോൾ ഈ ഊർജപ്രവാഹം തടസ്സപ്പെടാം. മന്ത്രങ്ങൾ അന്ധവിശ്വാസമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മീയ ശാസ്ത്രമാണ്. അടുത്ത തവണ മന്ത്രങ്ങൾ കേൾക്കുമ്പോഴോ ചൊല്ലുമ്പോഴോ അതൊരു ശബ്ദമല്ല, നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ ഉണർത്തുന്ന ഒരു ഫ്രീക്വൻസിയാണെന്ന് ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.